നമസ്കാരം. നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോഴേ ഞാൻ മിക്കവാറും കഴിഞ്ഞ് പോകുമ്പോൾ കാണാറുണ്ട് ഇവിടെ ഒരു ആളിങ്ങനെ ചീരയും പാവലും പടവലവും പയറും ഒക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വിചാരിച്ച് പുള്ളിക്കാരനെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് തമിഴ്നാട്ടുകാരനാണ്. അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. നജീബേ നമസ്കാരം. എവിടെ നജീബിന്റെ സ്ഥലം എവിടാ? ബെഞ്ചമിലാണ്. അപ്പോൾ ഈ നജീബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല രസമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിലാണ് ഇരുന്ന് അദ്ദേഹം ചെയ്ത പച്ചക്കറികളാണ് ഈ ഇരിക്കുന്നത്. കംപ്ലീറ്റ് സാധനങ്ങൾ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അവ അങ്ങേ അറ്റം മുതൽ നിത്യവഴുതണങ്ങിയ മുതൽ ഇങ്ങോട്ട് പാവയ്ക്ക, വെണ്ടയ്ക്ക, പയറ്, ചീര, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിൽ നിന്നുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുനലൂർ പട്ടണത്തിൽ വിഷരഹിതമായ പച്ചക്കറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ലഭിക്കും. വലിയ വിലയൊന്നുമില്ല, അല്ലയോ? നജീബ് എവിടേക്കാണ് കൃഷി ചെയ്യുന്നത് പറയട്ടെ. വെഞ്ചേമിലുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടോ? അത് പാട്ടത്തിനെടുത്ത് ചെയ്യുന്നു? പാട്ടമുണ്ട്. കുറച്ച് ഭൂമി പാട്ടത്തിനെടുത്ത് ചെയ്യുന്നു, കുറച്ച് നമ്മൾ അല്ലാതെ സ്വന്തം ഭൂമിയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള പാവയ്ക്കൊന്നും കാണാനില്ല. എല്ലാം വലിയ വീർത്തിരിക്കുന്ന ഈ വിഷമൊക്കെ അടിച്ച് വീർത്തിരിക്കുന്ന പാവയ്ക്കേ കാണാറുള്ളത്. ഇത്ര നല്ല പച്ച നല്ല കറുപ്പുള്ള ഈ വെണ്ടയ്ക്കയും കാണാറില്ല. കാരണം ഈ ഇത് കണ്ടോ, എന്ത് നല്ല നീളമുള്ള നല്ല പയറും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നജീബിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് വളരെ സത്യസന്ധമായി നല്ല രീതിയിൽ ഈ നല്ല ജൈവവളങ്ങളൊക്കെ ഇട്ട് കൃഷി ചെയ്ത് മറ്റ് കെമിക്കലൊന്നുമില്ല ചെയ്യുന്ന പച്ചക്കറിയാണ്. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പുനലൂർ നിവാസികളോടും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ പുനലൂർ പട്ടണത്തിലെത്തിയാലേ ഈ തൂക്കോല കാണാനൊക്കെ വരുമ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം എന്നൊരു തോന്നലുണ്ടായാൽ നേരെ ഇവിടെ നജീബിൻ്റെ അടുത്ത് വരിക. ഇവിടെ വന്നാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എത്ര മണിക്ക് തുടങ്ങും? ഇവിടെ 5:30 5:30 എത്തത്തുള്ളൂ. അപ്പോൾ 5:30 ശേഷമാണ് ഈ നമ്മുടെ ശരിക്കും തൂക്കുപാലത്തിൻ്റെ നമ്മുടെ ചരിത്ര സ്മാരകത്തിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം എന്നാൽ തീരുമോ? തീരും. നമുക്ക് സ്ഥിരം കസ്റ്റമറെ കൊണ്ടോ അല്ലേ? ഈ ചേട്ടൻ സ്ഥിരമായിട്ട് അപ്പോൾ അവരോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ചോദിക്കട്ടെ. നിങ്ങളിവിടെ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ടും നേരത്തെ പറയും അതോടെ വന്ന് പുള്ളി നമ്മള് വലിയ മാന്യമായിട്ട് ഒരു വ്യക്തിയാണ്. നമ്മള് ഇടപെടുന്നതും നമ്മൾ അത് സാധനം മേടിക്കുമ്പോൾ നമ്മളിൽ പറയുന്ന ഇന്ന് കൊണ്ടുവന്ന സാധനം കാരണം പുള്ളിയെ നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഫുള്ള് പരിചയമുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ രീതിയിൽ നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് തരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5 രൂപ കുറച്ചും തരും. നമുക്ക് 30 രൂപ ഒരു പിടി ചീരയ്ക്ക് 30 രൂപ രണ്ട് പിടി മേടിച്ചാൽ നമുക്ക് അത് 50 രൂപയ്ക്ക് പുള്ളി തരും. അത് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. മറ്റുള്ളവരൊക്കെ ഒന്ന് മേടിച്ചാൽ പുള്ളി ആ പൈസയ്ക്ക് പുള്ളി നല്ലൊരു എന്തായാലും നമുക്ക് വിഷയം പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട്. വേറൊരു ചേട്ടനും കൂടെ ഉണ്ട്, അദ്ദേഹത്തോട് നമുക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചേട്ടാ അപ്പോൾ ഒരു മിനിറ്റ് തൊപ്പിയൊക്കെ ഒന്ന് വരും. അപ്പോൾ ഓക്കെ ഇവിടെ പറഞ്ഞേ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കാം. ഒരു ദിവസം ഇങ്ങനെ മേടിച്ചു, അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഇവിടുന്ന് മേടിക്കുന്നത് വിഷരഹിതമാണ്. ഇവിടെ ചേട്ടൻ സ്ഥലം എവിടാ? എൻ്റെ സ്ഥലം മുക്കടവില്ല. സ്ഥിരമായിട്ട് ഇവിടെ ജോലി? ഞാൻ വയനാട്ടിലെ കണ്ടക്ടറാണ്, വയനാട് ബസ്സിലെ കണ്ടക്ടർ. വൈകുന്നേരം നിങ്ങൾ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് സാധനം മേടിക്കും. ചില ദിവസങ്ങളിൽ കാണത്തില്ല, അപ്പം നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മൾ ഇല്ല വന്നാൽ അടുത്ത ദിവസം മേടിക്കും. ഒരു എല്ലാ ഐറ്റവും ഏത് ഐറ്റം തരും, തന്നെ ക്വാളിറ്റിയാണ്, നല്ല ഐറ്റമാണ് നമുക്ക് തരുന്നത്. അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോശമാണെങ്കിൽ കണ്ണ് കാണിക്കാமல் നമ്മൾ പോകുന്നത്. ഇവരുടെ കാര്യം മോശമായിട്ട് ഐറ്റം ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നജീബിന്റെ മുഖമുദ്ര. ഇവിടെ മോശം ഐറ്റം ഒന്നുമില്ല. ഈ കാണുന്ന പച്ചക്കറികളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ പാടശേഖരത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ നിത്യവഴുതണങ്ങയും കോവയ്ക്കയും പാവയ്ക്കയും അതുപോലെ ഇത് ചെറിയ ഇത് കുക്കുംബറല്ലേ? കുക്കുംബറും. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുക്കുംബർ ആയതുകൊണ്ടാണ് ഇതിന് ഈ കളർ കണ്ടോ, ഈ വെള്ള കളർ. മറ്റൊരു പച്ച കളറായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത് മാക്സിമം ഈ മതി കേട്ടോ. ഓക്കെ, സന്തോഷം. മാക്സിമം ഈ വിഷമൊക്കെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനം വളർന്നു വരണം. അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് വന്ന് ഇത് വാങ്ങണം. ഇദ്ദേഹത്തിന് ചെറിയൊരു ഷോപ്പ് പോലെ തുടങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചേട്ടൻ്റെ ഈ വാക്കുകൾ നന്നായിരിക്കട്ടെ. ഈ പാവം ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് കച്ചവടമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ പുനലൂർ പട്ടണത്തിൽ എത്തുന്ന ആളുകൾ വിഷരഹിതമായ പച്ചക്കറി നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായും നമ്മുടെ നജീബിൻ്റെ ഈ സ്ഥലത്ത് നജീബിനെ കാണാൻ ഇവിടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വരിക. 2 കാര്യമുണ്ട്. തൂക്കുപാലവും കാണാം,
നമുക്ക് പച്ചക്കറിയും വാങ്ങിക്കാം, വിഷരഹിതമായ പച്ചക്കറിയും വാങ്ങി നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അങ്ങനെ നമ്മുടെ നജീബിൻ്റെ ഈ ഒരു ചെറിയ ഒരു പച്ചക്കറി കച്ചവടം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കാരണം നല്ല പച്ചക്കറി പ്രത്യേകിച്ച് അറിയാലോ, ഈ പാണ്ടിക്കാരന്മാരുടെ ഈ പച്ചക്കറിയൊക്കെ നമ്മൾ കഴിച്ചും അതുപോലെ ഈ വിഷമടിച്ച പച്ചക്കറിയൊക്കെ കഴിച്ചും തിന്നുമൊക്കെ നമുക്ക് ശരിക്കും നല്ല അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പോവാതെ ശുദ്ധമായ പച്ചക്കറിക്ക് വേണ്ടി നമ്മുടെ നജീബിൻ്റെ അടുത്ത് വരിക. എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇവിടെ കാണും. നജീബ് എല്ലാ ദിവസവും കാണത്തില്ല ഇവിടെ? എല്ലാ ദിവസവും ഉണ്ടാവും. അരക്കിലോ പാവയ്ക്ക് 60 രൂപയായിരുന്നു. നമ്മൾ മാനുവൽ നമുക്ക് അത് 50 രൂപയ്ക്ക് ഉണ്ട്. ചീര അതോട് 50 രൂപയ്ക്ക് 100 രൂപയുടെ സാധനമാണ്. എനിക്കിത് വീട്ടിൽ കൊണ്ടുപോയാൽ 4 വർഷത്തേക്കുണ്ട്. അപ്പം ഇത് മതി, അത് മതി. അപ്പം അങ്ങനെ വിഷരഹിതമായ പച്ചക്കറി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വെള്ളൂരിൽ എത്തുക, തൂക്കുപാലത്തിനകത്ത് എത്തുക. അപ്പോൾ ഇവിടെ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങുക. ഈ നജീബിനും അതൊരു വലിയ സഹായമാണ്. കാരണം ഈ കർഷകൻ്റെ ആ കൃഷിഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് നേരെ കൊണ്ടുവരുന്നത് ഇവിടേക്കാണ്. അപ്പോൾ അത് പരമാവധി വീഡിയോ കാണുന്ന ആളുകൾ ഇത് ഷെയർ ചെയ്ത് നമ്മുടെ നജീബിനെ ഒന്ന് സഹായിക്കുക.